Dear students, third semester MCOM ക്ലാസ്സിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്ജക്റ്റിലെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതേപോലെ തന്നെ എന്താണ് മണി മാർക്കറ്റ്, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. Financial markets are the center that facilitate buying and selling of financial instruments. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ള ഒരു സെൻറ്റർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുക. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിൽസ് ആവാം, ബോണ്ട്സ് ആവാം, ചെക്സ് ആവാം, കറൻസി ഡെപ്പോസിറ്റ്സ് ആവാം. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ബൈ ചെയ്യാനും വിൽക്കാനും വാങ്ങാനും സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തേത് മണി മാർക്കറ്റ് ആൻഡ് രണ്ടാമത്തേത് ക്യാപിറ്റൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് നോർമലി അപ് ടു 1 year. It is a market for short term money and financial assets that are close substitute for money. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ കുറച്ച് കാലത്തേക്ക് മാത്രം, അതായത് ഒരു 1 year വരെ മാത്രം വാലിഡിറ്റി ഉള്ള അല്ലെ ഡീലിങ്സ് നടത്തുന്ന മാർക്കറ്റാണ് ഇത്. ക്യാഷ് ഡീലിങ്സ് നടത്തുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പണത്തിനോട് വളരെ അടുത്ത്, ക്യാഷിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ചില ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അതായത് ക്യാഷായിട്ട് പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കുറച്ച് കാലത്തേക്ക് ഷോർട്ട് ടേം ആയിട്ട് ഡീലിങ്സ് നടത്തുന്ന മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന കുറച്ച് ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്. അത്തരം ഫിനാൻഷ്യൽ അസറ്റ്സ് കുറച്ച് കാലത്തേക്ക് മാത്രം, ലെസ് ദാൻ 1 year, അതായത് ഒരു 1 yearനുള്ളിൽ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഫണ്ട്സിനെയാണ് നമ്മൾ, ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, മണി മാർക്കറ്റ് എന്ന് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ദി ഇഷ്യൂ ആൻഡ് ട്രേഡിംഗ് ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ലോങ് ടേം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 3 year കൂടുതലായിരിക്കണം. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ലോങ് ടേം ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള, ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2 such as പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേത് പ്രൈമറി മാർക്കറ്റും രണ്ടാമത്തേത് സെക്കൻഡറി മാർക്കറ്റും. എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് നോക്കാം. പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇറ്റ് ഡീൽസ് വിത്ത് ദോസ് സെക്യൂരിറ്റീസ് വിച്ച് ആർ ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ ദി ഫസ്റ്റ് ടൈം. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ ആ വേർഡ് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് അല്ലേ, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസാണ് ഇത്, സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കിനിടയിലേക്ക് ഫസ്റ്റ് ടൈമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ്, അതാണ് പ്രൈമറി മാർക്കറ്റ്. അതായത് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഉണ്ടാവും, അത് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുക. അവിടെ പുതിയതായിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. സെക്കൻഡറി മാർക്കറ്റ്സ്. Secondary markets are also referred as stock markets.
സെക്കൻഡറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ദി സെയിൽ ആൻഡ് purchase of already issued equity and debt securities of the corporates and others. സെക്കൻഡറി മാർക്കറ്റിനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കൂടി പറയാം. സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് സെക്യൂരിറ്റി സെയിൽ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതുമായിട്ടുള്ള മാർക്കറ്റാണ് ഇത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് കമ്പനീസും മറ്റ് കമ്പനീസൊക്കെ മുന്നേ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസും ഡെപ്റ്റ് സെക്യൂരിറ്റീസും ഒക്കെ ഉണ്ടാവും. അത് ട്രേഡ് ചെയ്യുക, അതായത് സെയിൽ ചെയ്യുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള മാർക്കറ്റാണ് ഇത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. പ്രൈമറി മാർക്കറ്റിൽ ജസ്റ്റ് എന്തേ ഉള്ളൂ, പുതിയതായിട്ടുള്ള ഇഷ്യൂ മാത്രമേ അവിടെ ഉള്ളൂ. പുതിയതായിട്ടുള്ള ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. നേരെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി മുന്നേ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കൂടി വിളിക്കാറുണ്ട്. ദിസ് സെക്യൂരിറ്റീസ് ഡെൽറ്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് ഇൻക്ലൂഡ്സ് സെക്യൂരിറ്റീസ് ഓഫ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഓർ അതർ പബ്ലിക് ബോഡീസ് ആൻഡ് പബ്ലിക് ഇഷ്യൂ ഡൺ ബൈ കമ്പനീസ്. അതായത് സെക്കൻഡറി മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാം? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, അതർ പബ്ലിക് ബോഡീസിൻ്റെ സെക്യൂരിറ്റീസ് ആവാം, പിന്നെ കമ്പനീസ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആവാം. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. ദി കമ്പനീസ് ലിസ്റ്റ് ദെയർ സെക്യൂരിറ്റീസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫോർ ട്രേഡിംഗ്. അതായത് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യണം, സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ അയാളുടെ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? അയാളുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അയാളുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യണം? അയാളെ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ ഉൾപ്പെടുത്തണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റി ഉൾപ്പെടുത്തിയാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രേഡ് നടത്താൻ പറ്റുള്ളൂ, അയാളുടെ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. Stock exchange is an organized market for free purchase and sale of industrial securities. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. പല കമ്പനീസിൻ്റെയും സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്റ്റോക്കുകളെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ് എന്ത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ മാർക്കറ്റ് പ്ലേസ് ലൈക്ക് എനി അതർ സെൻട്രലൈസ്ഡ് മാർക്കറ്റ് where buyers and sellers can transact business in shares and securities at a given point of time in a convenient and competitive manner at the ഫെയറസ്റ്റ് പോസിബിൾ പ്രൈസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ബയേഴ്സിനും സെല്ലേഴ്സിനും അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ സെക്യൂരിറ്റിക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള പ്രൈസ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഗിവൺ പോയിൻ്റ് ഓഫ് ടൈമിൽ അതേപോലെ തന്നെ സൗകര്യപ്രദമായിട്ട് സെല്ലേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസ് ബയേഴ്സിന് ട്രാൻസാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് സെല്ലേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസ് ബയേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമൊരുക്കിയിട്ടുള്ള മാർക്കറ്റ് പ്ലേസ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഓൾഡ് സെക്യൂരിറ്റീസ്. ദാറ്റ് മീൻസ് the securities dealt in stock exchange have been already issued and listed in the stock exchange. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓൾഡ് സെക്യൂരിറ്റീസ് ആണ് മാർക്കറ്റ് നടത്തുക. ഓൾഡ് സെക്യൂരിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മുന്നേ ഇഷ്യൂ ചെയ്തിട്ടുള്ള ന്യൂ ഇഷ്യൂ അല്ല, മുന്നേ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുക? ട്രേഡ് ചെയ്യപ്പെടുക. അതേപോലെ തന്നെ ആ സെക്യൂരിറ്റി
സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെയിനായിട്ട് ഓൾഡ് സെക്യൂരിറ്റീസാണ്, ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസാണ് ട്രേഡ് ചെയ്യുക. ആ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. The securities traded in stock exchange includes equity shares, preference shares, and various types of debentures of listed companies, long-dated securities of the government, bonds, debentures of quasi-government organizations like municipal corporations, port trust, etc. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർസ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആവാം, വേരിയസ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ആവാം, ലിസ്റ്റഡ് കമ്പനീസിൻ്റെ വേരിയസ് ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആവാം, ലോങ് ഡേറ്റഡ് സെക്യൂരിറ്റീസ് ആവാം ഗവൺമെൻറ്റിൻ്റെ, അതേപോലെ തന്നെ ബോൺഡ്സ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, ക്വാസി ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ബോൺഡ്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആവാം, മുനിസിപ്പൽ കോർപ്പറേഷൻസ്, പോർട്ട് ട്രസ്റ്റ്, ഇതിൻ്റെയൊക്കെ ബോൺഡ്സോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. As per the Securities Contract Regulation Act 1956, a stock exchange is defined as an association, organization, or body of individuals, whether incorporated or not, established for the purpose of assisting, regulating, and controlling business in buying, selling, and dealing in securities. സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുമ്പോഴോ സെല്ല് ചെയ്യുമ്പോഴോ ഡീല് ചെയ്യുമ്പോഴോ ആ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ അസോസിയേഷനെയോ ആണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. നമ്മൾ സെക്യൂരിറ്റീസ് ബൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുമ്പോഴോ ബിസിനസ്സിൽ ഡീല് ചെയ്യുമ്പോഴോ അതിനെ കൺട്രോൾ ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അസോസിയേഷനോ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം ഇവരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു ഹസ്ബൻഡ് ആൻഡ് ഡോക്കറി, സെക്യൂരിറ്റീസ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ privately organized markets which are used to facilitate trading in securities. അതായത് ഹസ്ബൻഡ് ആൻഡ് ഡോക്കറി എന്ന് പറഞ്ഞ ആൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ്ലി ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു പ്രൈവറ്റ്ലി ഓർഗനൈസ്ഡ് മാർക്കറ്റാണ് എന്ത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും വേണ്ടിയിട്ട് സൗകര്യമൊരുക്കിയിട്ടുള്ള, ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ള പ്രൈവറ്റ്ലി ഓർഗനൈസ്ഡ് മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് ഹസ്ബൻഡ് ആൻഡ് ഡോക്കറി എന്ന ആളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ സെക്യൂരിറ്റീസ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ്. സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ സോൾഡ് ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു പ്ലേസാണ് എന്ത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അതായത് സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും സോൾഡ് ചെയ്യാനും വേണ്ടിയിട്ട് സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു പ്ലേസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തത്, എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെ ഏകീകരണത്തോടെയും പ്രവർത്തിക്കാം, അല്ലാതെ ഏകീകരണമില്ലാതെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കാം. തേർഡ്, ദി ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് സ്ട്രിക്ട്ലി റെഗുലേറ്റഡ്.
അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ആയിരിക്കും. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്തായിരിക്കും, സ്ട്രിക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ് അതായത് ട്രേഡിങ് അവർ കൃത്യമായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടാവും. അതാണ് മൂന്നാമത്തെ ഫീച്ചറായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ബോത്ത് ജെന്വിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്പെക്കുലേറ്റേഴ്സ് ബൈ ആൻഡ് സെൽ ഷെയർസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടുതലായിട്ടും സ്പെക്കുലേറ്റേഴ്സും അതേപോലെ തന്നെ ജെന്വിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ആയിരിക്കും ഷെയർസ് ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും. അതായത് സ്പെക്കുലേറ്റേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവർ ഒരു അനുമാനമായിരിക്കും, അവർ പ്രെഡിക്റ്റ് ചെയ്യായിരിക്കും നാളെ ഈ ഷെയറിൻ്റെ വില കൂടും, അതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം, എന്നിട്ട് ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ടീംസാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടുതലായിട്ടും സ്പെക്കുലേറ്റേഴ്സും അതേപോലെ തന്നെ ജെന്വിൻ ഇൻവെസ്റ്റേഴ്സുമാണ് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ദി സെക്യൂരിറ്റീസ് ഓഫ് കോർപ്പറേഷൻസ്, ട്രസ്റ്റ്, ഗവൺമെൻറ്റ്സ്, മുനിസിപ്പൽ കോർപ്പറേഷൻസ് എക്സെട്ര ആർ ബോത്ത് അലൗഡ് ടു ബി ഡെൽറ്റ് അറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡ് നടത്തുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ആരുടേതൊക്കെ ആയിരിക്കാം? സെക്യൂരിറ്റീസ് ഓഫ് കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റീസ് ആവാം, ട്രസ്റ്റിൻ്റെ സെക്യൂരിറ്റീസ് ആവാം, ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ആവാം, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റീസ് ആവാം. ഇവരുടെയൊക്കെ സെക്യൂരിറ്റീസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഫീച്ചർ, ഇറ്റ് ഹാസ് ഗവൺമെൻറ് പാട്രണേജ് ആൻഡ് കൺട്രോൾ. അതായത് ഇത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അതേപോലെ തന്നെ കൺട്രോളും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കൂടുതലായിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അതേപോലെ തന്നെ കൺട്രോളും ലഭിക്കുന്നതാണ്. സെവൻത്ത് ഫീച്ചർ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അത് എല്ലാ കമ്പനീസും ഫോളോ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഫസ്റ്റ് ഡിഫറൻസ്, കമ്പനീസ് ഓർ അതേഴ്സ് introduced new shares for issue in the primary market. In secondary market, shares already introduced in the primary market are dealt in the secondary market. അതായത് പ്രൈമറി മാർക്കറ്റിൽ പുതിയ ന്യൂ ഷെയർസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നേരെ മറിച്ച് സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ എന്താ, ന്യൂ മാർക്കറ്റ് അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തിട്ടുള്ള ഷെയർസ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാം. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസാണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് നടത്തുക. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിൽ പുതിയതായിട്ട് ന്യൂ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുക. സെക്കൻഡറി മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസാണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുക. സെക്കൻഡ് ഡിഫറൻസ്, primary market deals with the issuing of securities, secondary market deals with buying and selling of securities. പ്രൈമറി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡീല് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നതും അതേപോലെ തന്നെ സെല്ല് ചെയ്യുന്നതുമായിട്ടുള്ള ഡീറ്റെയിൽസാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. തേർഡ് ഡിഫറൻസ്, പ്രൈമറി മാർക്കറ്റ് ഹാസ് നോ ടാൻജിബിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ സെറ്റപ്പ്. Secondary market has physical existence because dealings are mainly done through stock exchanges. പ്രൈമറി മാർക്കറ്റിൽ ഒരു ടാൻജിബിൾ ഫോം അല്ല ഉണ്ടാവുക. സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. കാരണം അവിടെ ഡീലിങ്സ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. പക്ഷേ പ്രൈമറി മാർക്കറ്റിൽ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു എന്തുണ്ട്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ്, പ്രൈമറി മാർക്കറ്റ് ഫോർ എ സെക്യൂരിറ്റി കംസ് ടു എൻ എൻഡ്
when the subscription list is closed and allotment is done. It means the primary market for security exists only for a limited period. In secondary market, securities dealt in secondary market have a long and continuous existence because it is bought and sold continuously. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിലെ ഷോർട്ട് പീരീഡ് ആയിരിക്കും, അതായത് ലിമിറ്റഡ് പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രൈമറി മാർക്കറ്റിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവസാനിച്ചു കഴിഞ്ഞു. നേരെ മറിച്ച് സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ അവിടെ ലോങ് ടൈം ആയിരിക്കും, ലോങ് ആൻഡ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രൈമറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ന്യൂ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റും അലോട്ട്മെൻറ്റും നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൈമറി മാർക്കറ്റ് എൻഡായി, അവസാനിച്ച് കഴിഞ്ഞു. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ അങ്ങനെയല്ല, സെക്യൂരിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ബോട്ട് ആൻഡ് സോൾഡ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ലോങ് ആൻഡ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഡിഫറൻസ്, primary market is a source of fund to a new or existing company. In secondary market, companies are not involving directly, so it is not a source of fund for new companies and existing companies. അതായത് പ്രൈമറി മാർക്കറ്റിലെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ന്യൂ ഓർ എക്സിസ്റ്റിംഗ് കമ്പനിയുടേതായിരിക്കും. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിലെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ന്യൂ കമ്പനിയുടെയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ സോഴ്സ് ഓഫ് ഫണ്ട് അല്ല.